വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയുടെ ഒരു കണ്ടിന്യൂവേഷനാണ്. സിമെൻറ്റിൻ്റെ ടെക്സ്റ്റും അതുപോലെ തന്നെ ടൈപ്സും മാത്രമാണ് നമുക്കിനി നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് നോക്കാം. അതിൽ തന്നെ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഫീൽഡ് ടെസ്റ്റാണ്. ഫീൽഡ് ടെസ്റ്റിൽ കളർ ടെസ്റ്റ് നോക്കാം. കളർ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് സിമെൻറ്റിൻ്റെ കളറാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഗ്രീനിഷ് ഗ്രേ ആണ് കളർ എന്ന് പറയുന്നത്. ഈ കളറിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം ലൈമിൻ്റെ എക്സസ് ആയിരിക്കും, അല്ലെങ്കിൽ ക്ലേയുടെ എക്സസ് കാരണമായിരിക്കും കളറിൽ ചേഞ്ച് വരുന്നത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ലെംസ് ബേസ് ചെയ്തിട്ട് ഉള്ള ഇതാണ് പ്രസൻസ് ഓഫ് ലംസ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് കളറായിരുന്നു, ദെൻ പ്രസൻസ് ഓഫ് ലംസ് എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും നമ്മുടെ സിമെൻ്റ് എന്ന് പറയുന്നത് ഈ ലെംസ് എന്ന് വെച്ചാൽ കട്ടയാണ്. ഈ കട്ടയിൽ നിന്ന് എന്തായിരിക്കണം, ഫ്രീ ആയിരിക്കണം, എങ്കിലും അത് ഗുഡ് ക്വാളിറ്റി സിമെൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എപ്പോഴും ഈ ലെംസ് ഫോം ചെയ്യുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഈ മോയ്സ്ചർ അബ്സോർബ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ലെംസ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലെന്ന് പറയുമ്പോഴത്തേക്കും 2-3 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. സിമെൻറ്റ് നമ്മൾ കയ്യിലെടുക്കുന്ന സമയത്ത് നല്ല സ്മൂത്തനായിരിക്കണം, അതുപോലെ തന്നെ കൂളായിരിക്കണം. ഇതെല്ലാം അതിൻ്റെ പ്രോപ്പർട്ടീസ് ബേസ് ചെയ്ത് വരുന്നതാണ്. ഇപ്പോൾ ഇതെല്ലാം കറക്റ്റ് ആയി വരികയാണെങ്കിൽ അതെല്ലാം ഗുഡ് ക്വാളിറ്റി എന്നതാണ് മീൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് കൂടെ നമുക്കിതിൽ ചെയ്യാൻ പറ്റും. കുറച്ച് സിമെൻറ്റ് എടുക്കുക, വാട്ടറിലോട്ട് ഇടുക, ആ സമയത്ത് അത് ഫ്ലോട്ട് ചെയ്ത് കുറച്ച് നേരത്തേക്ക് അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയും പിന്നെ അത് സിങ്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അതാണ് ഫ്ലോട്ടിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ സ്ട്രെങ്ത് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ടെൻസൈൽ സ്ട്രെങ്ത് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ബ്രിക്കറ്റ്, ഏകദേശം ബ്രിക്കറ്റിൻ്റെ ഷേപ്പ് ഇതാണ്. അപ്പോൾ നമ്മൾ ബ്രിക്കറ്റ് നമ്മൾ ചെയ്യും. ആ ബ്രിക്കറ്റ് ചെയ്യുന്നത് സിമെൻറ്റും സാൻഡിൻ്റെയും പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 1:6 ചെയ്യുന്നത്. ഇതെല്ലാം സെറ്റായി, ബ്രിക്കറ്റെല്ലാം സെറ്റായിട്ട് നമ്മളത് ക്യൂറിങ് ചെയ്ത്, ആ ക്യൂറിങ്ങിൽ നമ്മൾ വാട്ടറിൽ ഇട്ടിട്ട്, ക്യൂറിങ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ വാട്ടറിൽ ഇമേഴ്സ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ ക്യൂറിങ് എന്ന് പറയുന്നത്. അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യൂറിങ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ക്യൂറിങ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ 3-ാമത്തെ ദിവസം ഇതെടുക്കും. ഓക്കെ, 3 ഡേയ്സിൽ എടുത്തിട്ട് ഇത് ബ്രേക്ക് ചെയ്യാൻ നോക്കുക. അപ്പോൾ ബ്രേക്ക് ചെയ്യാൻ ഡിഫിക്കൽട്ടി ആണെങ്കിൽ അത് ഗുഡ് ക്വാളിറ്റി എന്നാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഫീൽഡ് ടെസ്റ്റിലാണ് ചെയ്യുന്നത്. ഫീൽഡ് ടെസ്റ്റ് ചെയ്യുന്ന സ്ട്രെങ്താണിത്. ഇനി നമ്മുടെ ലാബിൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയല്ല, സ്ട്രെങ്ത് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ക്വാളിറ്റിയുടെ കാര്യം ചോദിച്ചാലും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. കളർ ഗ്രീനിഷ് ഗ്രേ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ കയ്യിലെടുക്കുന്ന സമയത്ത് ഗുഡ് ഫീൽ തന്നെ നമുക്ക് കിട്ടണം. റബ്ബ് ചെയ്യുന്ന സമയത്ത് ഒരു കൂൾ ഫീലൊക്കെ നമുക്ക് ലഭിക്കണം. ഓൺ ഫീൽസ് കൂൾ ബൈ ത്രസ്റ്റിംഗ് ഓൺസ് എ ഹാൻഡ്സ് ഇൻ ദ സിമെൻറ്റ് ബാഗ്. ഇറ്റ് is smooth when rubbed in between fingers. A handful of cement thrown in a bucket of water should float. ഓക്കെ, ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ക്വാളിറ്റിയുടെ ബേസിസിൽ ചോദിച്ചാലും ഇത് തന്നെ എഴുതുക. ഇനി നമ്മൾ ലബോറട്ടറി ടെസ്റ്റിലോട്ടാണ് പോകുന്നത്. ലബോറട്ടറി ടെസ്റ്റിൽ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഫൈനസ് ടെസ്റ്റാണ്. ഫൈനസ് ടെസ്റ്റ് എന്ന് പറയുമ്പം സിമെൻറ്റിൻ്റെ ഫൈനസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ടു ഡിറ്റർമൈൻ ഫൈനസ് ഓഫ് സിമെൻറ്റിൻ്റെ ഫൈനസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈനസ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞാൽ സീവ് അനാലിസിസ്, രണ്ടാമത്തത് ബ്ലെയിൻസ് എയർ പെർമിബിലിറ്റി ടെസ്റ്റ്. ഓക്കെ, അപ്പം 2 രീതിയിൽ ഫൈനസ് ടെസ്റ്റ് ചെയ്യാം, സീവ് അനാലിസിസും ബ്ലെയിൻസ് എയർ പെർമിബിലിറ്റി ടെസ്റ്റും. അതിൽ സീവ് അനാലിസിസിൽ നമുക്ക് PSC സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഏത് നമ്പർ സീവാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ എത്ര സൈസിലുള്ള സീവാണ് എടുക്കുന്നതെന്ന് ചോദിക്കാം. അപ്പോൾ സീവ് അനാലിസിസ് പറയുന്ന സമയത്ത് സീവ് അനാലിസിസ് നമ്പർ ആണെങ്കിൽ നമ്പർ 9ഉം സൈസ് ആണെങ്കിൽ 90 മൈക്രോണും. ശ്രദ്ധിക്കുക, സീവ് നമ്പർ 9 അല്ലെങ്കിൽ 90 മൈക്രോണാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ എത്ര ഗ്രാം സിമെൻറ്റ് എടുക്കുന്നു എന്ന് ചോദിക്കാം, 100 ഗ്രാം സിമെൻറ്റാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സീവ് എടുത്തു, ഏതാണ് സീവ് നമ്പർ 9 അല്ലെങ്കിൽ 90 മൈക്രോണിൻ്റെ സീവ് എടുത്തു, അതിൽ 100 ഗ്രാം സിമെൻറ്റ് നമ്മൾ ഇട്ടു. അതിനുശേഷം ഒരു 15 മിനിറ്റ്സ് നന്നായിട്ട് അത് ഷേക്ക് ചെയ്തു, നന്നായിട്ട്. ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൊന്ന് പാസ് ചെയ്ത് പോകാൻ പറ്റുന്ന എല്ലാം ആ സീവിൽ കൂടെ പാസ് ചെയ്ത് പോകും. അതിനുശേഷം അതിൽ കുറച്ച് പോർഷനെങ്കിലും റീറ്റെയിൻ ചെയ്ത് നിൽക്കുമല്ലോ, ആ റീറ്റെയിൻ ചെയ്യുന്നത് 10% കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത്. 10% കൂടുതലാണ് ആ റീറ്റെയിൻ ചെയ്തതെങ്കിൽ, ആ റീറ്റെയിൻ ചെയ്തൊക്കെ കണ്ടുപിടിക്കുന്ന വെയിറ്റ് എടുത്തിട്ടൊക്കെയാണ്. അപ്പോൾ ആ റീറ്റെയിൻ ചെയ്തത് 10% കൂടുതലാണെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സിമെൻറ്റ് ഗുഡ് ക്വാളിറ്റി അല്ല. അതല്ല, 10% കുറവാണെങ്കിൽ അത് ഗുഡ് ക്വാളിറ്റി ആണ്.
ഓക്കെ, അപ്പോൾ സീവ് അനാലിസിസ് ഇതാണ്. അപ്പോൾ സീവ് അനാലിസിസ് നമ്പർ 9 മൈക്രോൺ എടുത്തു, അല്ലെങ്കിൽ 90 മൈക്രോൺ, നമ്പർ 9 സീവ് എടുത്തു, അല്ലെങ്കിൽ 90 മൈക്രോൺ എടുത്തു. 100 ഗ്രാം സിമെൻറ്റ് ഇട്ടിട്ട് 50 മിനിറ്റ്സ് നന്നായിട്ട് ഷേക്ക് ചെയ്തു. ഷേക്ക് ചെയ്തതിന് ശേഷം അവിടെ റീറ്റെയിൻ ചെയ്യുന്നത് 10%-നേക്കാളും കൂടാൻ പാടില്ല. അടുത്ത് പറയുന്ന ബ്ലെയിൻസ് എയർ പെർമിബിലിറ്റി ടെസ്റ്റാണ്. വളരെ ആക്യുറേറ്റഡ് ആണ്. നമ്മൾ സീവിനേക്കാളും കുറച്ചുകൂടി ആക്യുറേറ്റഡ് ആണ് ബ്ലെയിൻസ് എയർ പെർമിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സിമെൻറ്റ് പാർട്ടിക്കിൾസിൻ്റെയൊക്കെ സ്പെസിഫിക് സർഫസ് ഏരിയ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ OPCയുടെ പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. OPCയുടെ സ്പെസിഫിക് സർഫസ് ഏരിയ എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട്. 2250 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ ഗ്രാം. 2250 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ ഗ്രാം ആണ് OPC എന്ന് വെച്ചാൽ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്, അതിൻ്റെ സ്പെസിഫിക് സർഫസ് ഏരിയ. ഇനി രണ്ടാമത്തെ ടെസ്റ്റ് നോക്കാം. രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ കൺസിസ്റ്റൻസി ടെസ്റ്റാണ്. കൺസിസ്റ്റൻസി ടെസ്റ്റ് ഇപ്പോൾ നമ്മൾ കൺസിസ്റ്റൻസിയാണ് പറയുന്നത്. കൺസിസ്റ്റൻസി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ഏതാണ്? വിക്കറ്റ് അപ്പാരറ്റസ്. വിക്കറ്റ് അപ്പാരറ്റസ് ആണ് കൺസിസ്റ്റൻസി ടെസ്റ്റിന് യൂസ് ചെയ്യുന്നത്. നമ്മുടെ വാട്ടറിൻ്റെ പെർസെൻറ്റേജ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പെർസെൻറ്റേജ് ഓഫ് വാട്ടർ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കോൺക്രീറ്റ് മിക്സിൽ എത്ര പെർസെൻറ്റേജ്, കോൺക്രീറ്റിൽ ഇപ്പോൾ സിമെൻറ്റ് പേസ്റ്റ് ആണെങ്കിൽ സിമെൻറ്റ് പേസ്റ്റ് അതിൽ എത്ര പെർസെൻറ്റേജ് വാട്ടറാണ് ഉള്ളതെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ടു ഡിറ്റർമൈൻ the percentage of water for preparing cement paste for other test. Then അതിന് എത്ര ഗ്രാം സിമെൻറ്റ് എടുക്കുന്നു എന്നുള്ളതാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ അവിടെ 300 ഗ്രാമാണ് സിമെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് അപ്പാരറ്റസ് ചെയ്തെന്നായിരിക്കും വിക്കറ്റ് അപ്പാരറ്റസ്. അതെന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ വാട്ടറിൻ്റെ പെർസെൻറ്റേജ്, നമ്മുടെ സിമെൻറ്റ് പേസ്റ്റിലുള്ള വാട്ടറിൻ്റെ പെർസെൻറ്റേജ് ഡിറ്റർമിൻ ചെയ്യാൻ. എത്ര സിമെൻറ്റ് എടുക്കുമെന്ന് ചോദിച്ചാൽ 300 ഗ്രാം സിമെൻറ്റാണ് എടുക്കുന്നത്. അതിൽ ഒരു മൗൾഡ് ഉണ്ട്. അപ്പോൾ ആ മൗൾഡ് നമ്മൾ എന്ത് ചെയ്യണം? ഈ മൗൾഡിനകത്ത് ഈ പറയുന്ന സിമെൻറ്റ് പേസ്റ്റ് നമ്മൾ ലെയർ ബൈ ലെയർ ആയിട്ട് ഫില്ല് ചെയ്യണം. അപ്പോൾ ഈ ഒരു സിലിണ്ടറിക്കൽ മൗൾഡ് എടുക്കുമ്പോൾ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 40 mm ആണ് വരുന്നത്. ഓക്കെ, സിലിണ്ടറിക്കൽ മൗൾഡിൻ്റെ ഹൈറ്റ് 40 mm ആണ്. ഡയമീറ്റർ എന്ന് പറയുന്നത് ഒരു 60 to 80 mm വേരി ചെയ്യുന്ന രീതിയിലായിരിക്കും വരുന്നത്. ഇനി ഈ കൺസിസ്റ്റൻസി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നിങ്ങൾക്ക് വിക്കറ്റ് അപ്പാരറ്റസ് കണ്ടിട്ടുണ്ടാവും. സോ അതിൽ ഒരു നീഡിലുണ്ട്. ഓക്കെ, ആ നീഡിൽ നമ്മൾ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസിയിൽ യൂസ് ചെയ്യുന്നതിന് പ്ലഞ്ചർ എന്നാണ് പറയുന്നത്. എന്താണ്? പ്ലഞ്ചർ എന്നാണ് പറയുന്നത്. ആ പ്ലഞ്ചറിൻ്റെ ഹൈറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. 50 mm ആണ് വരുന്നത്. ഓക്കെ, ഏകദേശം പ്ലഞ്ചർ ഇതുപോലെ ഇരിക്കുന്നത്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 50 mm ആണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ഡയമീറ്റർ 10 mm ആണ്. ഓക്കെ, ഇനി ഇതിൽ തന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കൺസിസ്റ്റൻസിയാണ്. നമ്മുടെ OPCയുടെ കൺസിസ്റ്റൻസി അതും അറിഞ്ഞിരിക്കണം. OPCയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് 26 to 33% ആണ്. എന്താണ്? OPCയുടെ കൺസിസ്റ്റൻസി 26 to 33% ആണ്. ഇനി ഇത് പെനിട്രേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു വാല്യൂ ബോട്ടം സൈഡിൽ നിന്നെടുത്താൽ എന്താണ്? ബോട്ടം സൈഡിൽ നിന്നെടുത്താൽ 5 to 7 mm ടോപ്പ് സൈഡിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ 33 to 35 mm ആണ് വരുന്നത്. ഈ കാണുന്നതാണ് വിക്കറ്റ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അങ്ങോട്ട് പറയാൻ പോകുന്നതും നമ്മളിപ്പോൾ പറഞ്ഞതുമായിട്ടുള്ളതാണ് പ്ലഞ്ചർ. ബാക്കിയുള്ളതൊന്ന് ആനുലർ അറ്റാച്ച്മെൻറ്റോട് കൂടിയ നീഡിൽ, ഒന്ന് നോർമലി ഉള്ള നീഡിൽ. അത് കാണുമ്പോൾ തന്നെ അറിയാം അറ്റാച്ച്മെൻ്റ് ഉള്ളതും അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്തതും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞില്ലേ ഒരു സിലിണ്ടറിക്കൽ മൗൾഡ് ഉണ്ട് എന്ന് പറഞ്ഞത്. ആ സിലിണ്ടറിക്കൽ മൗൾഡാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഹൈറ്റാണ് നമ്മൾ 40 mm എന്നും അതുപോലെ ഇതിൻ്റെ ഡയമീറ്റർ വേരി ചെയ്യുന്നത് 60 to 80 mm എന്നും പറഞ്ഞു. ഇനി പ്ലഞ്ചറിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലഞ്ചറിൻ്റെ ഹൈറ്റ് നമ്മൾ എത്രയാണ് പറഞ്ഞത്? പ്ലഞ്ചർ 50 mm ആണ് ഹൈറ്റ് പറഞ്ഞത്. സോ അതുപോലെ ഇതിൻ്റെ ഡയമീറ്റർ 10 mm ആണ്. ഇനി ഇതിൽ വാല്യൂസ് എടുക്കുന്ന കാര്യവും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇതിൻ്റെ വാല്യൂസ് കണ്ടോ? ഈ വാല്യൂസിൽ നമ്മൾ ബോട്ടത്തിൽ നിന്നാണ് എടുക്കുന്നത്. ഈ താഴെ കണ്ടോ, നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന 26 സംതിങ് ആണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ താഴെ നിന്ന് എടുക്കുമ്പോഴാണ് നമ്മൾ എത്ര എടുക്കുന്നത്? 5 to 7 mm. കറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം ഇതിൻ്റെ ഇടയിൽ നിൽക്കണം, 5 to 7. ടോപ്പിൽ നിന്ന് എടുക്കുമ്പം കറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഒരു 33 to 35 mm ആണ്. ഇനി അടുത്ത് പറയുന്നത് സെറ്റിംഗ് ടൈം ടെസ്റ്റാണ്. സെറ്റിംഗ് ടൈം ടെസ്റ്റിനും സെയിം അപ്പാരറ്റസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ് സെറ്റിംഗ് ടൈമിൽ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം. ഇനിഷ്യൽ സെറ്റിംഗ് ടൈമാണ്. അപ്പോൾ ഇനിഷ്യൽ സെറ്റിംഗ് ടൈമിൽ സെയിം അപ്പാരറ്റസ് ആണ് യൂസ് ചെയ്യുന്നത്. ഏതാണ്? ആ അപ്പാരറ്റസിൻ്റെ പേരാണ് വിക്കറ്റ് അപ്പാരറ്റസ്. ഈ അപ്പാരറ്റസിൻ്റെ പേര് തന്നെയാണ് വിക്കറ്റ് അപ്പാരറ്റസ്. ഇനി അപ്പം സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസിക്ക് വിക്കറ്റ് അപ്പാരറ്റസ് യൂസ് ചെയ്യും, അതുപോലെ തന്നെ ഇനിഷ്യൽ സെറ്റിങ്ങിന് യൂസ് ചെയ്യും, അതുപോലെ ഫൈനൽ സെറ്റിനും യൂസ് ചെയ്യുന്നത്
വിക്കറ്റ് അപ്പാരറ്റസ് ആണ്. അതുപോലെ ഇതിൽ എത്ര ഗ്രാം സിമെൻറ്റ് എടുക്കും? നേരത്തെ പോലെ തന്നെ കൺസിസ്റ്റൻസി ചെയ്യുമ്പോൾ തന്നെയാണ് ഇനിഷ്യലിനും ഫൈനലിനും എടുക്കുന്നത്. 300 ഗ്രാം സിമെൻറ്റ് എടുക്കും. അതുപോലെ ഇതിൽ 0.85 ടൈംസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓൾറെഡി സിമെൻറ്റ് പേസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം കണ്ടുപിടിക്കുമ്പോൾ അതിന് എക്സ്ട്രാ എത്ര കൊടുക്കണം? 0.85 ടൈംസ് വെച്ചിട്ട് നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഇതിൽ സ്ക്വയർ നീഡിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്ക്വയർ നീഡിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. സെയിം തന്നെയാണ് പെനിട്രേഷനൊക്കെ സംഭവിക്കുമ്പോൾ 5 to 7 mm നമുക്ക് വരുന്നത്. ഓക്കെ, അടുത്ത് ഫൈനൽ സെറ്റിംഗ് ടൈമിലെന്ന് പറയുമ്പോഴത്തേക്കും വേറെ വ്യത്യാസമൊന്നുമില്ല. ആകെയുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ആനുലാർ അറ്റാച്ച്മെൻറ്റോട് കൂടിയ നീഡിലായിരിക്കും നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അടുത്ത ടെസ്റ്റാണ് സൗണ്ട്നെസ് ടെസ്റ്റ്. സൗണ്ട്നെസ് ടെസ്റ്റ് നമ്മൾ മെയിനായിട്ട് എക്സ്പാൻഷൻസ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ടെസ്റ്റിൻ്റെ കാര്യം പറയുന്നത്. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഇതിന് യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ഏതെന്നാണ്? ലേ ഷാറ്റ്ലിയർ അപ്പാരറ്റസ്. ഏതാണ്? ലേ ഷാറ്റ്ലിയർ അപ്പാരറ്റസ് ആണ് സൗണ്ട്നെസ് ടെസ്റ്റിന് യൂസ് ചെയ്യുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ യൂസ്ഡ് ടു ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണ്? ഫ്രീ ലൈം, അതുപോലെ തന്നെ ഫ്രീ ലൈം എന്ന് വെച്ചാൽ എക്സസ് ലൈമും ഫ്രീ ലൈം, കമ്പൈൻഡ് ലൈം എന്നൊക്കെ ചോദിച്ചാൽ അതെല്ലാം ഒറ്റ കാറ്റഗറി തന്നെ പെടുത്താവേ. അതുപോലെ മഗ്നീഷ്യയുടെയൊക്കെ കണ്ടൻറ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീ ലൈം, എക്സസ് ലൈം, കമ്പൈൻഡ് ലൈം മെയിനായിട്ട് ഇതാണ് കൂടുതലും വരുന്നത്. ചില ക്വസ്റ്റ്യൻസിൽ നമ്മൾ മഗ്നീഷ്യയുടെ കാര്യമൊക്കെ എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നീഡിൽസിൻ്റെ എക്സ്പാൻഷനാണ് പറയുന്നത്. ഈ നീഡിൽസിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഒരിക്കലും 10 mm കൂടാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ കൂടെ പറയുന്നുണ്ട്. ടെൻസൈൽ സ്ട്രെങ്ത് ടെസ്റ്റാണ്. സ്ട്രെങ്ത് ടെസ്റ്റിൽ ഫസ്റ്റ് വൺ ടെൻസൈൽ സ്ട്രെങ്ത് ടെസ്റ്റ്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫീൽഡ് ടെസ്റ്റിൽ നമ്മൾ ടെൻസൈൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ നോർമൽ സ്ട്രെങ്ത് അവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിക്കറ്റാണ് നമ്മൾ ചെയ്തത്. ഈ ബ്രിക്കറ്റിൻ്റെ ഒരു മൗൾഡാണ് നിങ്ങളീ കാണുന്നത്. ഇതിലാണ് നമ്മൾ ബ്രിക്കറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രെങ്ത് ടെസ്റ്റിൽ ടെൻസൈൽ സ്ട്രെങ്ത് ചെയ്യുമ്പോഴാണ് നമ്മൾ ലബോറട്ടറിയിൽ ബ്രിക്കറ്റ്സ് ചെയ്യുന്നത്. അപ്പോൾ ബ്രിക്കറ്റ്സ് ചെയ്യുന്ന സമയത്ത് 600 ഗ്രാമിലായിരിക്കും നമ്മൾ സിമെൻറ്റ് എടുക്കുന്നത്. എന്നിട്ട് ആ സിമെൻറ്റ് സാൻഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 1:3 ആണ്. സിമെൻറ്റും സാൻഡും തമ്മിലുള്ള പ്രപ്പോർഷൻ 1:3 ആണ്. ഈ പറയുന്ന ബ്രിക്കറ്റ്സ് നമ്മൾ 12 നമ്പേഴ്സ് ചെയ്യും. അതിൽ 6 നമ്പേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് 3 ഡേയ്സിലും ബാക്കി 6 നമ്പേഴ്സ് എന്ന് പറയുന്നത് അടുത്ത 7 ഡേയ്സിലുമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പം ഈ 6 നമ്പേഴ്സ് 3 ഡേയ്സിൽ ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. 3 ഡേയ്സിൽ ചെക്ക് ചെയ്യുമ്പം ഒരു 2 Nm² കൂടാൻ പാടില്ല. ഇനി 7 ഡേയ്സിൽ ചെക്ക് ചെയ്യുമ്പോൾ 2.5 Nm² കൂടാനല്ല കേട്ടോ, കുറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. സ്ട്രെങ്ത് അല്ലേ, സ്ട്രെങ്ത് എപ്പോഴും കൂടി നിൽക്കണം, കുറയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. 6 നമ്പേഴ്സ് ഞാൻ ആദ്യത്തെ 3 ഡേ എടുക്കുന്ന സമയത്ത് അത് ഒരിക്കലും 2 Nm² കുറയാൻ പാടില്ല. 7 ഡേയ്സ് ആണെങ്കിൽ 2.5 Nm² കുറയാൻ പാടില്ല. നമ്മൾ അടുത്ത സ്ട്രെങ്ത് ടെസ്റ്റിലുള്ളത് കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റാണ്. അപ്പോൾ കംപ്രസീവ് സ്ട്രെങ്തിലെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ക്യൂബാണ് അവിടെ കാസ്റ്റ് ചെയ്തെടുക്കുന്നത്. സിമെൻറ്റിൻ്റെ ആകുമ്പോൾ ക്യൂബിൻ്റെ സൈസ് 7.07 സെൻറ്റിമീറ്ററിലാണ് വരുന്നത്. ആ സൈസിലുള്ള നമ്മൾ ക്യൂബ് സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് എങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 ഡേയിൽ നമ്മൾ അതിൻ്റെ ക്യൂറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് സ്ട്രെങ്ത് നോക്കുന്നുണ്ട്. ആ ക്യൂറിംഗ് നമ്മൾ കൊടുക്കുന്ന 3 ഡേ മാത്രമേ ആദ്യത്തെ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരു 6 എണ്ണം എടുത്തിട്ട് 3 ഡേ നമ്മൾ ചെക്ക് ചെയ്യുമ്പം 11.5 Nm² കുറയാൻ പാടില്ല. 7 ഡേ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 17.5 Nm² കുറയാൻ പാടില്ല. ഓക്കെ, 3 ഡേ 11.5 Nm² കുറയാൻ പാടില്ല. 7 ഡേ എന്ന് പറയുന്നത് 17.5 Nm² കുറയാൻ പാടില്ല എന്നാണ് വരുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമുക്കുള്ള ടെസ്റ്റ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പറഞ്ഞ ഏതൊക്കെ ടെസ്റ്റാണ് പറഞ്ഞത്? നമ്മൾ ഫൈനസ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൺസിസ്റ്റൻസി ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. സെറ്റിംഗ് ടൈമിലെന്ന് പറയുമ്പോഴത്തേക്കും ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈമാണ് വരുന്നത്. അതുപോലെ തന്നെ കംപ്രസീവ് സ്ട്രെങ്ത് പറഞ്ഞു, ടെൻസൈൽ സ്ട്രെങ്ത് ടെസ്റ്റ് പറഞ്ഞു. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് സ്ട്രെങ്ത് ടെസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സ്ട്രെങ്തിൽ 2 പറഞ്ഞു, കംപ്രസീവ്, ടെൻസൈൽ. സെറ്റിംഗ് ടൈമിൽ 2 പറഞ്ഞു, ഇനിഷ്യൽ, ഫൈനൽ. അതുപോലെ ഫൈനസും കൺസിസ്റ്റൻസി ടെസ്റ്റ്. ഫൈനസ് ടെസ്റ്റിലും 2 പറഞ്ഞിട്ടുണ്ടായിരുന്നു, സീം അനാലിസിസ് ആൻഡ് ബ്ലെയിൻസ് എയർ പെർമിബിലിറ്റി ടെസ്റ്റ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് ടൈപ്സ് ഓഫ് സിമെൻ്റ് ആണ്. അതിൽ തന്നെ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്. അപ്പോൾ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൽ അധികം കാര്യങ്ങളൊന്നും പറയാൻ വയ്യ. ഈ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ഫോം എന്താണ്? OPC ആണ്. മെയിനായിട്ട് ഇതിന് 3 ഗ്രേഡ്സ് ഉണ്ട്. ഒന്ന് 33 ഗ്രേഡ്, അതുപോലെ 43 ഗ്രേഡ്, 53 ഗ്രേഡ്. ഇതാണ് മെയിനായിട്ടുള്ള ഗ്രേഡ്സ് എന്ന് പറയുന്നത്. നന്നായിട്ടൊന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു പോർഷനാണിത്. OPCക്ക് 3 ഗ്രേഡ്സ് ഉണ്ട്, 33, 43, 53. ഈ 33, 43, 53 എന്ന് പറഞ്ഞാൽ നമ്മളതിൽ ക്യൂബൊക്കെ സെറ്റ് ചെയ്യും. ക്യൂബ് കാസ്റ്റ് ചെയ്തിട്ട് 28 ഡേയ്സ് എന്ത് ചെയ്യുന്നുണ്ട്?
നമ്മൾ ക്വയറിങ് ചെയ്യുന്നുണ്ട്. ക്വയറിങ് ചെയ്തതിന് ശേഷമുള്ള അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ആണ് ബേസ് ചെയ്തിട്ടാണ് 33, 43, 53 പറയുന്നത്. ജനറലി നമ്മൾ യൂസ് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ വർക്ക്സിനാണ്. ഓക്കെ, ജനറലി നമ്മൾ കൺസ്ട്രക്ഷൻ വർക്ക്സിനാണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും ഇതാണ്. ഒരു സമയത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻ്റ് ആണ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് റാപ്പിഡ് ഹാർഡനിങ് സിമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഹൈ ഏർലി സ്ട്രെങ്ത് സിമെൻ്റ് എന്നും പറയാം. ഇതിൽ പേര് പോലെ തന്നെ പെട്ടെന്ന് സെറ്റാവും. അതുപോലെ ഹൈ സ്ട്രെങ്ത് നേരത്തെ എന്നുവെച്ചാൽ ആ ഒരു മിക്സ് സെറ്റായി വരുമ്പോൾ ഉള്ള ഒരു ഏർലി സ്ട്രെങ്ത് ഉള്ള ഒരു സിമെൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് റാപ്പിഡ് ഹാർഡനിങ് സിമെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റിന് ഹൈ പെർസെൻറ്റേജിലുള്ള C3S ആണ്. എന്താണ്? ഹൈ പെർസെൻറ്റേജിലുള്ള C3S ആണ് വരുന്നത്. ഹൈ പെർസെൻറ്റേജിലുള്ള C3S ആയിരിക്കും എന്തിൽ വരുന്ന റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റിൽ വരുന്നത്. C3Sൻ്റെ പ്രോപ്പർട്ടി ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ഏർലി സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നതിൽ മെയിൻ ഒരു റോള് വഹിക്കുന്നത് C3S ആണ്, ട്രൈക്കാൽസ്യം സിലിക്കേറ്റ്. ആ ട്രൈക്കാൽസ്യം സിലിക്കേറ്റിൻ്റെ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് തന്നെയാണ് റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റിനും ഈ ഒരു ഏർലി സ്ട്രെങ്തിനുള്ള പ്രോപ്പർട്ടി കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പം ഫോം വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് നേരത്തെ കൂടി റിമൂവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ മുമ്പ് PSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, പെർമനൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? മെയിൻലി പെർമനൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് റാപ്പിഡ് ഹാർഡനിങ് സിമെൻ്റ് ആണ്. ഇനി OPCയും റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റും തമ്മിൽ അതിൻ്റെ സ്ട്രെങ്ത് കമ്പയർ ചെയ്യുമ്പം 1 ഡേയിൽ നമ്മൾ എന്ന് വെച്ചാൽ ഇപ്പോൾ OPCയുടെ 3 ദിവസത്തെ സ്ട്രെങ്ത് ആയിരിക്കും RHCക്ക് 1 ഡേയിലെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത OPCയുടെ 7 ഡേയിലുള്ള സ്ട്രെങ്ത് ആയിരിക്കും RHCയുടെ 3 ഡേയിലെ സ്ട്രെങ്ത്. ശ്രദ്ധിക്കുക, ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിന് 3 ദിവസം എടുക്കുന്ന സ്ട്രെങ്ത് റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റിൽ ഒറ്റ ദിവസത്തിൽ അറ്റൈൻ ചെയ്യും. 7 ഡേയ്സിൽ എടുക്കുന്നത് 3 ഡേയ്സിൽ അറ്റൈൻ ചെയ്യും. അതുപോലെ റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് എന്ന് പറയുമ്പോൾ ലൈറ്റ് വെയ്റ്റ് ആണ്, ഡാമേജസ് ഒക്കെ വളരെ കുറവാണ്. ഇതൊക്കെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. ഷോർട്ട് പീരീഡിൽ തന്നെ ക്വയറിംഗ് ഒക്കെ ആയി സെറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് OPC പറഞ്ഞു, റാപ്പിഡ് ഹാർഡനിങ് അല്ലെങ്കിൽ ഹൈ ഏർലി സ്ട്രെങ്ത് സിമെൻറ്റും പറഞ്ഞു. അടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ലോ ഹീറ്റ് സിമെൻ്റ് ആണ്. ലോ ഹീറ്റ് സിമെൻ്റ് എന്ന് പറയുമ്പം ഹീറ്റിൻ്റെ എമൗണ്ട് വളരെ കുറവാണ്. ആ പേര് പോലെ തന്നെ ലോ ഹീറ്റ് സിമെൻറ്റ്. ഇതിൽ പെർസെൻറ്റേജ് നോക്കാം. ഇതിൽ C3Aയുടെ പെർസെൻറ്റേജ് വളരെ കുറവാണ്. കാരണം C3A ആണ് ആ ഹീറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ C3Aയുടെ പെർസെൻറ്റേജ് 5%-ലും ലെസ്സാണ്. അതുപോലെ തന്നെ എന്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്? C2Sൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. C2S എന്ന് പറയുമ്പോഴത്തേക്കും അത് നമുക്കറിയാം അൾട്ടിമേറ്റ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതൊരു 46% ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ C3Aയുടെ പെർസെൻറ്റേജ് കുറവ്, 5%-നേക്കാളും കുറവും. C2Sൻ്റെ പെർസെൻറ്റേജ് കൂടുതലുമാണ്. കംപ്രസീവ് സ്ട്രെങ്ത് കുറവാണ്, ലെസ് കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. അതുപോലെ മാസീവ് കൺസ്ട്രക്ഷൻ പോലെയുള്ള ഡാം പോലെയുള്ള സ്ട്രക്ചേഴ്സിനാണ് നമ്മൾ ലോ ഹീറ്റ് സിമെൻറ്റ് യൂസ് ചെയ്യുന്നത്. ലെസ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷനാണ് നമ്മുടെ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിനെ വെച്ച് നോക്കുമ്പോൾ. അടുത്ത് പറയുന്നത് പോർട്ട്ലാൻഡ് പൊസലോണ സിമെൻ്റ് ആണ്. പോർട്ട്ലാൻഡ് പൊസലോണ സിമെൻ്റ് എന്ന് പറയുമ്പം പൊസലോണ എന്ന് പറയുന്നത് ഒരു വോൾക്കാനിക് ആയിട്ടുള്ള പൗഡറാണ്, അല്ലെങ്കിൽ സിലീഷ്യസ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിന് സിമെൻറ്റീഷ്യസ് പ്രോപ്പർട്ടീസ് ഒന്നുമില്ല. പക്ഷേ ഇതിൽ സിമെൻറ്റിൻ്റെ പ്രസൻസിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യും എന്ന് വെച്ചാൽ സിമെൻറ്റിൻ്റെ കുറച്ച് പോർഷൻസ് റീപ്ലേസ് ചെയ്തിട്ടാണ് അവിടെ നമ്മൾ ഈ പറയുന്ന പൊസലോണ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സിമെൻറ്റിൻ്റെ ബിഹേവിയർ എല്ലാം ഇതിന് കിട്ടുകയും ബൈൻഡിങ് പ്രോപ്പർട്ടി വോൾക്കാനിക് മെറ്റീരിയൽ ആയിട്ടുള്ള പൊസലോണയ്ക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ സിമെൻറ്റിൻ്റെ കണ്ടൻറ്റ് നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാം, അവിടെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു എക്കോ ഫ്രണ്ട്ലി ആണ്, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിന് ഹാംഫുൾ ആയിട്ടുള്ള രീതിയിൽ ഉള്ള ഒരു സിമെൻ്റ് അല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പോർട്ട്ലാൻഡ് പൊസലോണ സിമെൻറ്റ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സിമെൻറ്റിൻ്റെ എമൗണ്ട് ഇത് കുറയ്ക്കുന്നുണ്ട്, പ്ലാസ്റ്റിസിറ്റി ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എക്സ്പാൻഷനെയൊക്കെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആണ്, ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ അഡ്മിസ്റ്റേഴ്സും യൂസ് ചെയ്തിട്ടാണ് വരുന്നത്. OPC പോലെയല്ല, അതിനേക്കാളും അഡ്മിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത് പറയുന്നത് വൈറ്റ് സിമെൻ്റ് ആണ്. അപ്പോൾ വൈറ്റ് സിമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള വൈറ്റ് ചോക്ക്, ഏതാണ്? വൈറ്റ് ചോക്ക് എന്ന് പറയുമ്പം നമ്മുടെ സിമെൻറ്റിലുള്ള ലൈമിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് നമ്മളവിടെ വൈറ്റ് ചോക്ക് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നൊരു സാധനമാണ് ചൈന ക്ലേ സിലിക്ക റീപ്ലേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം വൈറ്റ് സിമെൻറ്റിലുള്ള പ്രത്യേകിച്ചുള്ള കണ്ടൻറ്റ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എക്സ്ട്രാ ഉള്ള കണ്ടൻറ്റ് എന്ന് വെച്ചാൽ വൈറ്റ് ചോക്കും ചൈന ക്ലേയും ആണ്. ലൈമിനെ റീപ്ലേസ് ചെയ്ത് വൈറ്റ് ചോക്കും, സിലിക്കയെ റീപ്ലേസ് ചെയ്ത്
ചൈന ക്ലേയോ ആണ് എടുക്കുന്നത്. ഓക്കെ, അത് വെച്ചിട്ടുള്ളൊരു മിക്സിംഗ് ആണ് വൈറ്റ് സിമെൻറ്റിൽ വരുന്നത്. സ്ട്രെങ്ത് OPC വെച്ച് നോക്കുകയാണെങ്കിൽ സ്ട്രെങ്ത് ഉണ്ട്, കമ്പാരിറ്റീവ്ലി ഉണ്ടെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ നമ്മൾ വൈറ്റ് സിമെൻ്റ് ആകുമ്പോൾ വൈറ്റ് കളറിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കോള് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല, ഓയിൽ ഫ്യൂവൽസ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അയൺ ഓക്സൈഡിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ കുറച്ചിട്ടാണ് ചെയ്യുന്നത്, കാരണം വൈറ്റ് സിമെൻറ്റിൻ്റെ വൈറ്റ് കളർ നമുക്ക് കിട്ടണം. അപ്പോൾ അയൺ ഓക്സൈഡ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് കളർ കിട്ടത്തില്ല. നെക്സ്റ്റ് ഹൈ അലുമിന സിമെൻ്റ് ആണ്. ഹൈ അലുമിന സിമെൻ്റ് എന്ന് പറയുമ്പോൾ അലുമിനിയസിൻ്റെയും കാൽക്കാരിയസ് കോമ്പൗണ്ടിൻ്റെയും കോമ്പോസിഷനാണ് വരുന്നത്. അതുപോലെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻസ് ഇവോൾവ് ചെയ്യുന്നുണ്ട്. ആസിഡ് അറ്റാക്കിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ടൈപ്പ് സിമെൻ്റാണ് ഹൈ അലുമിന സിമെൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ചിമ്മിനി, കിന്ന് ഇതിൻ്റെയൊക്കെ ലൈനിങ്ങിന് നമ്മൾ ഹൈ അലുമിന സിമെൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഹൈ ടെമ്പറേച്ചറിനെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കെമിക്കൽ പ്ലാന്റ്സിലും ഫർണസസിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സിമെൻറ്റ് ചോദിച്ചാൽ ഹൈ അലുമിന സിമെൻ്റാണ്. അടുത്ത് പറയുന്നത് ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റ്. എന്താണ് ക്വിക്ക് സെറ്റിംഗ് സിമെൻ്റ് എന്ന് ചോദിച്ചാൽ ആ പേര് പറയും പോലെ തന്നെ പെട്ടെന്ന് സെറ്റാവുന്ന സിമെൻ്റാണ് ക്വിക്ക് സെറ്റിംഗ് സിമെൻ്റ് എന്ന് പറയുന്നത്. ഇതിൽ സ്മാൾ പെർസെൻറ്റേജ് ഓഫ് അലുമിനിയം സൾഫേറ്റും അതുപോലെ തന്നെ ജിപ്സത്തിൻ്റെ എമൗണ്ട് വളരെ കുറച്ചുമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ചെറിയ അളവിൽ അലുമിനിയം സൾഫേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ജിപ്സത്തിൻ്റെ അളവ് കുറച്ചാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ട് ജിപ്സത്തിൻ്റെ അളവ് കുറച്ച് കൊടുത്തു എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് സെറ്റാണ്. ജിപ്സത്തിൻ്റെ അളവ് കയറുന്നതനുസരിച്ച് നമ്മുടെ സെറ്റിംഗ് ടൈം പ്രൊലോങ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലാതെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജിപ്സത്തിൻ്റെ അളവ് കുറച്ചാൽ മാത്രമേ ക്വിക്ക് സെറ്റിംഗ് അവിടെ നടക്കത്തുള്ളൂ. ഇനി ഇത് അണ്ടർ വാട്ടർ അല്ലെങ്കിൽ റണ്ണിങ് വാട്ടർ, നമ്മുടെ ഒഴുകുന്ന വെള്ളം ഇല്ലേ, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിലൊക്കെയുള്ള കൺസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ സൾഫൈഡ് റെസിസ്റ്റിംഗ് സിമെൻറ്റ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ മറൈൻ ഏരിയ അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയയിലൊക്കെയാണ് നമ്മൾ സൾഫൈഡ് റെസിസ്റ്റിംഗ് സിമെൻറ്റ് കൊടുക്കുന്നത്. അതുപോലെ സീവേജിൻ്റെ ട്രീറ്റ്മെൻറ്റ്, കനാൽ ലൈനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് സൾഫൈഡ് റെസിസ്റ്റിംഗ് സിമെൻറ്റാണ് കൊടുക്കുന്നത്. നമുക്ക് ഈ ടൈപ്സ് ഓഫ് സിമെൻറ്റിൽ കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത് ഇതിൻ്റെ യൂസ് ബേസ് ചെയ്തിട്ടായിരിക്കും. ഇനി ഇതിൽ തന്നെ ഒരു ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് സിമെൻ്റ് എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഉണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ ഈ പിഗ് അയണിൻ്റെയൊക്കെ മാനുഫാക്ചറിങ് പ്രോസസ്സിലുണ്ടാകുന്ന ഒരു വേസ്റ്റ് മെറ്റീരിയലാണ് അല്ലെങ്കിൽ വേസ്റ്റ് പ്രോഡക്റ്റാണ് സ്ലാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ലാഗ് യൂസ് ചെയ്ത് ചെയ്യുന്ന സിമെൻറ്റിനെയാണ് നമ്മൾ ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് സിമെൻ്റ് എന്ന് പറയുന്നത്. ആദ്യത്തെ ദിവസമൊക്കെ അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പിന്നെ ഒരുപാട് ക്യൂറിങ് പീരീഡൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഡ്യൂറബിളാണ്, പക്ഷേ നമുക്ക് ഡ്രൈ സോൺസിനൊന്നും യൂസ് ചെയ്യാൻ അത്ര സ്യൂട്ടബിൾ അല്ല. ഇനി ഇതിൻ്റെ സെറ്റിംഗ് ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റിംഗ് ടൈം കൂടെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം, കാരണം ഇത് പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നിന്ന് ഒന്നല്ല, നമ്മൾ എഴുതുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് ഞാൻ എഴുതുന്ന ലോ ഹീറ്റ് സിമെൻറ്റിൻ്റെ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എഴുതുന്നുണ്ട്, ഫൈനൽ സെറ്റിംഗ് ടൈം എഴുതുന്നുണ്ട്. അപ്പം ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ലോ ഹീറ്റ് സിമെൻറ്റ് 1 hour ആണ്. 1 hour എടുക്കും ഇതൊന്ന് ഫൈനലി ഇനിഷ്യൽ പ്രോസസ്സിൽ സെറ്റായി വരാനായിട്ട്. ഫൈനൽ സെറ്റിംഗ് ടൈം 10 hour ആണ് വരുന്നത്. ഇനി റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് എന്ന് പറയുമ്പോൾ നോർമലി ഉള്ള പോലെ തന്നെ നമ്മുടെ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് പോലെ തന്നെ 30 minutes മതി ഇനിഷ്യൽ സെറ്റിങ്ങിന്. അതുപോലെ ഫൈനൽ സെറ്റിങ്ങിന് 10 hour വേണം. സെയിം തന്നെ RHCയുടെ സെയിം തന്നെയാണ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്. ഇനിഷ്യൽ സെറ്റിംഗ് ടൈമിന് 30 minutes ആണ് വേണ്ടത്, ഫൈനൽ സെറ്റിംഗ് ടൈമിന് 10 hour ആണ് വേണ്ടത്. അടുത്ത് നമ്മൾ പറയുന്നത് ഹൈ അലുമിന സിമെൻ്റ് ആണ്. ഹൈ അലുമിന സിമെൻറ്റ് എന്ന് പറയുമ്പം 3.5 hours വേണം. ഓക്കെ, 3.5 hours വേണം. അതുപോലെ തന്നെ ഇത് ഫൈനൽ സെറ്റിങ്ങിന് 5 hour മതിയാവും. ദെൻ ഫൈനലി ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റ് പെട്ടെന്നാണ്, അതുകൊണ്ട് നമുക്ക് ആ പേരിൽ തന്നെയുണ്ട് ക്വിക്ക് എന്നുള്ളത്. 5 minutes മതി ഇനിഷ്യൽ സെറ്റിംഗ് ടൈമിന്, ഫൈനലിന് 30 minutes മതി. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. ക്വിക്ക് സെറ്റിംഗ് ആണ് ഏറ്റവും കുറവ് ടൈം, 5 minutes ഇനിഷ്യൽ ആൻഡ് ഫൈനലിന് 30 minutes മാത്രം മതി. പിന്നെ ഇതിൽ ലിങ്ക് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു 3 കാര്യങ്ങൾ മെയിനായിട്ട് ആദ്യം 2 പറയാം. RHC OPCയും സെയിം ആണ്. RHCയും OPC എന്ന് വെച്ചാൽ ഇനിഷ്യലിന് 30 minutes, ഫൈനൽ 10 hour. ഇനി LHCയും ഏകദേശം ആ ഒരു ഇനിഷ്യലിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇനിഷ്യൽ 1 hour, ഫൈനൽ സെയിം തന്നെ 10 hour ആണ് വരുന്നത്. പിന്നെ ഒരു വ്യത്യാസമുള്ളത് ഹൈ അലുമിന മാത്രം. ഹൈ അലുമിനയ്ക്ക് 3.5 hours ഇനിഷ്യൽ സെറ്റിങ്ങിനും ഫൈനലിന് 5 hour ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സിമെൻറ്റിൻ്റെ ടോപ്പിക്ക് കഴിയും.